നമസ്കാരം. ഇതൊരു സാധാരണ വ്ലോഗല്ല. ഇവിടെ വീടുകൾ പണിയുന്ന കഥയും കൺസ്ട്രക്ഷൻ മിസ്റ്റേക്കും സിവിൽ എഞ്ചിനീയറിംഗ് ടിപ്സും എല്ലാം റിയലായി പറയാം. ഞാൻ ഹബീബ. വെൽക്കം ടു മൈ സിവിൽ എഞ്ചിനീയറിംഗ് വ്ലോഗ്. ബ്രിക്ക് മുതൽ ഡ്രീം ഹോം വരെ സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ടിപ്സ്, സൈറ്റ് അപ്ഡേറ്റ്സ്, ഹൗസ് പ്ലാനിംഗ് എല്ലാം മലയാളത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ നിർബന്ധമായും ഫോളോ ചെയ്യണേ. ഒരു ചെറിയ മിസ്റ്റേക്ക് മതി ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ലോകത്തിലെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് നമുക്കായി ഈ ചാനൽ ഒരുക്കുന്നു. വീട് പണിയുന്നവർക്ക് വേണ്ടി ഈ ചാനൽ നിർബന്ധമായും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സിവിൽ വർക്കിൽ ഈ ഒരു തെറ്റ് വന്നാൽ പിന്നീട് റിപ്പയർ ചെയ്താലും രക്ഷയില്ല. വീട് പണിയുന്നവർ നിർബന്ധമായും അറിയേണ്ട ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. പുറത്ത് നോക്കുമ്പോൾ പെർഫെക്റ്റായി തോന്നാം, പക്ഷേ ഉള്ളിൽ വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ഇന്ന് സൈറ്റിൽ കണ്ട വലിയ മിസ്റ്റേക്ക് പിന്നീട് വീട് മുഴുവൻ ക്രാക്ക് ആകാൻ കാരണമാകും. ചെറിയ കെയർലെസ്, പക്ഷേ നഷ്ടങ്ങൾ വലുതാണ്. ഈ വർക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് അൺസേഫ് ആകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേട്ട് നോക്കാം. ഈ ഒരു തെറ്റ് ചെയ്താൽ വീട് പൊളിയും എന്നതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. വീട് പണിയുമ്പോൾ 90% ആളുകളും ചെയ്യുന്ന അപകടകരമായ തെറ്റാണ് ഈ പറയുന്നത്. എഞ്ചിനീയറിംഗ് പറയാതെ പോകുന്ന വലിയ മിസ്റ്റേക്ക്. ഫൗണ്ടേഷനിൽ ഈ തെറ്റ് വന്നാൽ പിന്നീട് രക്ഷയില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാം, വീക്ക് ഫൗണ്ടേഷൻ. മണ്ണ് ടെസ്റ്റ് ചെയ്യാതെ ഫൗണ്ടേഷൻ ഇടുന്നൊരു അവസ്ഥയാണിത്. ചീപ്പ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നതും വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ പ്രോപ്പർ സപ്പോർട്ടില്ലാത്തതുമൊക്കെ ഇതിൽപ്പെടുന്നവയാണ്. അതായത് വീട് പണിയുന്നതിന് മുമ്പ് സോയിൽ നിർബന്ധമായും നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കണം. മണ്ണിൻ്റെ സ്ട്രെങ്ത് അറിയാതെ നമ്മൾ ഒരിക്കലും ഫൗണ്ടേഷൻ ഇടാൻ പാടുള്ളതല്ല. നമ്മൾ മണ്ണിൻ്റെ സ്ട്രെങ്ത്താണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അടുത്തതാണ് പൂർ ക്വാളിറ്റി മെറ്റീരിയൽ. ലോ ക്വാളിറ്റി സിമെൻറ്റും സ്റ്റീലും ബ്രിക്സും ഒക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് പൈസ സേവ് ചെയ്യാൻ നോക്കുമ്പോൾ പിന്നീട് ലക്ഷങ്ങൾ നഷ്ടമാകും. അതായത് നമ്മൾ ചെറിയ പൈസയാണെന്ന് കരുതി പല സാധനങ്ങളും മേടിക്കുമ്പോൾ അത് നമുക്ക് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും. അതായത് ബ്രാൻഡഡ് സിമെൻറ്റ് ഉപയോഗിക്കുക, പ്രോപ്പർ സ്റ്റീൽ, ക്വാളിറ്റി ബ്രിക്സ് ഉപയോഗിക്കുക. ചീപ്പ് വാങ്ങിയത് പിന്നീട് ഡബിൾ എക്സ്പെൻസ് ആകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതാണ് കോളം ബീം മിസ്റ്റേക്സ്. റോഡ് സ്പേസിംഗ് തെറ്റുക, സ്ട്രക്ചറൽ ഡ്രോയിങ് ഫോളോ ചെയ്യാത്തത്, എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയേഴ്സ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നത്. അതായത് സ്ട്രക്ചറൽ എഞ്ചിനീയർ ഉണ്ടായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ഫോളോ ചെയ്യുക. പ്ലാൻ്റെ എല്ലാ കാര്യങ്ങളും സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് പറഞ്ഞു തരും. ലോക്കൽ ഷോർട്ട് കട്ട് അവോയ്ഡ് ചെയ്യുക. അടുത്തതാണ് വാട്ടർ ലീക്കേജ് പ്രോബ്ലംസ്. ടെറസ് വാട്ടർ പ്രൂഫിംഗ് ഇല്ലെങ്കിൽ വാൾ വീക്ക് ആകും. ലീക്ക് സ്ലോലി സ്ട്രക്ചർ നശിപ്പിക്കും. അതായത് ടെറസ്, ബാത്റൂം, ഔട്ടർ വാൾസ് വാട്ടർ പ്രൂഫ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ലീക്ക് വന്നാൽ ഉടൻ റിപ്പയർ ചെയ്യേണ്ടതാണ്. അതായത് പിന്നീട് മാറ്റി വയ്ക്കാൻ പാടുള്ളതല്ല. അടുത്തതാണ് ഓവർലോഡിങ്. ഡിസൈൻ ചെയ്തതിലും കൂടുതൽ ഫ്ലോർ ആഡ് ചെയ്യുക. ഹെവി വാട്ടർ കാരണം സ്ട്രെസ്സ് കൂടുക. അതായത് പ്രോപ്പർ ക്യൂറിങ്. കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് ക്യൂറിങ് ശരിയായി ചെയ്യണം. വാട്ടർ ക്യൂറിങ് ഇല്ലെങ്കിൽ സ്ട്രെങ്ത് കുറയും. അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വാട്ടർ വർക്ക് കഴിഞ്ഞ ശേഷം ക്യൂറിങ് നന്നായിട്ട് ചെയ്യണം. വാട്ടർ ക്യൂറിങ് ഇല്ലെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതാണ് നോ സൂപ്പർവിഷൻ. കോൺട്രാക്ടർ പറയുന്നത് മാത്രം കേട്ട് പോവുക. അതായത് സൈറ്റ് ഇൻസ്പെക്ഷൻ ഇല്ലെങ്കിൽ ഹിഡൻ മിസ്റ്റേക്ക് കാണത്തില്ല. നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. റെഗുലർ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തണം. ഓണർ നേരിട്ട് വർക്ക് ചെക്ക് ചെയ്യണം. റോഡ് സ്പേസിങ്, കോളം സൈസ് എന്നിവ നമ്മൾ വെരിഫൈ ചെയ്ത് വെക്കണം. നമ്മൾ അവർക്ക് മാത്രം വിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മുടേതാണ് വീട്, നമുക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്. അടുത്തതാണ് എൻഡിങ് പഞ്ച്. വീട് ഒരു ജീവിതകാല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ചെറിയ തെറ്റ് പോലും വലിയ അപകടം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂച്ചറിലോട് പ്ലാൻ ചെയ്ത് വെക്കുക. പിന്നീട് ഫ്ലോർ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അത് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഫൗണ്ടേഷൻ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ശരിയായ പ്ലാനിങ് പ്ലസ് ക്വാളിറ്റി വർക്ക് ഉണ്ടെങ്കിൽ വീട് തലമുറകൾക്ക് സുരക്ഷിതമായി നിലനിൽക്കും. ഇതുപോലുള്ള ചാനലുകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ ടിപ്സ് വേണമെങ്കിൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ചാനൽ ഫോളോ ചെയ്ത് വെക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നമുക്ക് എന്ത് ചെയ്യുക, വീട് പണിയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊന്ന് അയച്ചു കൊടുത്തേക്കണേ. അപ്പോൾ ഓക്കെ.